ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വെള്ളമെല്ലാം തുടച്ച് ഒരു 4 മിനിറ്റ് നേരം നമുക്കിത് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോവാതെ നന്നായി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് മൂന്നും നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇതിലേക്ക് ഒരു 6 ഉണക്കമുളകും കൂടി വറുത്ത് ചേർക്കാം. നമ്മുടെ നെല്ലിക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറിയ അല്ലികളാക്കി മാറ്റി കൊടുക്കാം. ഈ സമയം നമ്മൾ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമ്മൾ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ പൊടിച്ചു വച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതിലേക്ക് ചേർക്കാം. ഇതും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഏകദേശം റെഡിയായി. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ സമയം കേടുകൂടാതെ ഇരിക്കുന്നതൊരു അച്ചാറാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനി വ്യത്യസ്തമായൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.